ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് പോണത് ഫാമിലിനെ കൂടിയിട്ട് ഊട്ടിയിലോട്ടാണ്. രാവിലെ പുലർച്ചെ 3 മണിക്കാണ് നമ്മൾ പോണത്. അതിൻ്റെ എല്ലാവരും ഉറക്കക്ഷണത്തിലും ഉന്മേഷത്തിലൊക്കെയാണ് എല്ലാവരും നിൽക്കുന്നത്. അപ്പോൾ ബസ്സും കാര്യങ്ങളും എത്തിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ നമ്മൾ കാണിക്കാം. സെറ്റല്ലേ ഇല്ല ഇറക്കൂല. കുറച്ച് ടൈമായിരിക്കും എല്ലാവരും സൈഡായി ഗൈസ്. രാവിലെ 3 മണി സമയമായിരുന്നു. കൂട്ടാപ്പോ തണുക്കണ്ടാ നല്ല ഇറങ്ങിയാ അമ്മ നല്ല ഉറക്കത്തിലാണ്. അമ്മായി കഴിച്ചേക്കണേ. അമ്മായി എടാ എങ്ങനെയുണ്ട്? തണുക്കുണ്ടോ? വയനാട്ടിൽ തണുപ്പുണ്ടോ? ആ നല്ല ഉറക്കത്തിലാണ്. തിന്നു കഴിഞ്ഞോ? തണുപ്പ് എങ്ങനെയുണ്ട്? നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ ബസ്. ഓരോരുത്തർ ഇതാ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നു. എങ്ങനെ ഉറക്കം റെഡിയായോ? ഏണ്ടേ തണുക്കണ്ടോ? ചെരുപ്പോടെ അല്ലാടെ ഒന്ന് ഇറങ്ങാൻ പറയും. അയ്യോ പിന്നെന്താ ആവശ്യം? തണുപ്പുണ്ടോ? തണുപ്പുണ്ടല്ലേ അമേക? എമ്മ ഇറങ്ങി. ആ നല്ല തണുപ്പുണ്ട് കേട്ടോ. കൈ കോറേ തലയാൻക്കാണ് ഇതിന്റെ അടുത്തുണ്ട്. വെറുതെ മരുന്ന് കുടിച്ചോണ്ട് എടുത്തിട്ടാ. ഞാൻ
അപ്പോൾ ഇന്നത്തെ നമ്മളെ യാത്ര ഊട്ടിയിലോട്ടാണ്. നമ്മൾ ഫാമിലി ആയിട്ട് ഇറങ്ങിയാണ്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നല്ല നല്ല കമൻസൊക്കെ അറിയിക്കുക. നല്ല തണുപ്പുണ്ട്. നമ്മൾ രാവിലെ ഒരു 3 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. അപ്പോൾ കറക്റ്റ് കയറി കഴിഞ്ഞു. കൈ അങ്ങനെ ഫ്രീസ് ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഊട്ടി വിശേഷങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ ക്ലിപ്പിൽ ആഡ് ചെയ്യാം. ഓക്കെ. പിന്നെ ഈ ഡ്രസ്സിനൊരു പ്രത്യേകത ഉണ്ട്. ഇതിൻ്റെ ഭാര്യ അവിടെ വെയിൽ ടൈപ്പിൽ തന്നാണ്, ഞങ്ങളെ ആനിവേഴ്സറിക്ക് തന്നാണ്. അതേപോലെ ബാക്കിലെ പിക്ചർ. അപ്പോൾ ഞങ്ങൾ ഇതിലൊരു ഇതൊരു ബ്രാൻഡ് ആക്കിയല്ലോ ആലോചിക്കുന്നുണ്ട്. പ്ലെയിൻ ഷർട്ടുമേ പിക്ചറും കാര്യങ്ങളൊക്കെ ഇതാക്കിയുണ്ട്. സെറ്റല്ലേ? ഇഷ്ടപ്പെട്ടോ? എന്താണെന്ന് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കും. എന്നിട്ട് വേണം സെറ്റ് ചെയ്യാൻ. തണുത്തതാ കുട്ട പോയിട്ട് കയറി ഇരിക്കുന്നു. കൈ തണുക്കുണ്ടോ? കോറുണ്ടോ? എന്താ അമ്മായി വായോ, തണുപ്പ് കൊണ്ടുവരാ. ഇവിടെ നിക്കി. കിട്ടോ റെഡി 1 2 3 സ്റ്റാർട്ട്. ഞാൻ ഫോട്ടോ തരാം. അപ്പൊ അപ്പൊ നമുക്ക് ചാടിക്കാൻ പോവാം. ഞാൻ പറഞ്ഞോളി. നമ്മള് പോണത് ചോക്ലേറ്റ് ഫാക്ടറിയിലോട്ടാണ്, ചായ ഫാക്ടറിയിലോട്ടും. സന്തോഷായോ? Ready? So. വാ പോരെ. ഇല്ല, ഓപ്പണല്ല. വാഷ്റൂം എവിടെ? അവിടെ എങ്ങനെ ഉണ്ട് ക്ലൈമറ്റ്? ചിക്കൻ ടിക്ക. രാവിലത്തെ ചായ കുടിക്കാൻ പോവാണ്. അപ്പോൾ കിട്ടിയ സ്പേസിൽ നോക്കിയിട്ട് എല്ലാവരും കഴിക്കാൻ കേട്ടോ. അത് കൊടുക്കാം. ടീ ആൻഡ് ചോക്ലേറ്റ് ഫാക്ടറിയിലോട്ട് നമ്മൾ പോവാണ്. അപ്പോൾ നമുക്കൊരു ബാൻഡേജ് പോലൊരു സംഭവം വരുത്തരുന്നുണ്ട് അവിടെ കാണിക്കാൻ വേണ്ടിയിട്ട്. ചായ കുടിക്കാൻ പോവാണേ. എജ്ജായി തള്ള്, ഒരു 1.5 തള്ളി കുട്ടികളെ പറ്റിക്കാണ്. നമ്മള് ടിക്കറ്റ് വേണ്ട, പോട്ടെ. എടുത്തോ. പ്രോസസിംഗ് വഴി കൊക്കോമാസ് 2 പ്രാഥമിക ഘട്ടങ്ങളിലായി വിഭജിക്കുന്നു: കൊക്കോ ബട്ടറും കൊക്കോ പൊടിയും. ഈ പ്രക്രിയ ഞങ്ങളുടെ ചോക്ലേറ്റ് നിർമ്മാണത്തിൽ ഓരോ ഘട്ടത്തിലും കാര്യക്ഷമമായി ഉപയോഗപ്പെടുത്താൻ സഹായിക്കുന്നു. 100 കിലോ തന്നെ ചോക്ലേറ്റ് ഡിസൈൻ ചെയ്ത ടാങ്കുകളിലേക്ക് മാറ്റുന്നു. ഓരോ ഐറ്റത്തിന്റെ വൈറ്റ് എന്നിങ്ങനെ
താങ്ക് യു. അപ്പൊ ഗൈസ് പ്രമാണി പറഞ്ഞല്ലോ ഇങ്ങനെയാണ് ചായ കണ്ടാണ് ഗൈസ്. ഇപ്പൊ നല്ല വിശാലമായ സ്ഥലം. നേരെ പോയി ചായക്കുള്ള ക്യൂണ്. ചായ ഉണ്ട്, ചായ ഉണ്ട് ഗൈസ്. അപ്പൊ നമ്മള് ചായ ഉണ്ട് ഇവിടെ, ചായ കുടിക്കാൻ പോവാണേ. താങ്ക് യു. നല്ല അടിപൊളി ചായ. ചായ എങ്ങനെയുണ്ട്? ആർക്കൊക്കെ ചായ ഇഷ്ടപ്പെട്ടോ? ചായ ഇഷ്ടപ്പെട്ടോ? രസല്ലേ ചായ? രസല്ലേ? ചായ രസല്ലേ? ചായ ഉണ്ട്, ചായ ഉണ്ട്, ചായ ഉണ്ട്. ചായ എങ്ങനെയുണ്ട്? അടിപൊളി. അയ്യോ അതൊക്കെ കുടിച്ച് ഫുള്ള് വിൽപ്പനക്ക് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. Crushing and filling passed into 5 cut machines between 2 high-speed stainless steel sharpened rollers, and finally crushed leaves are sent into the fermentation drum where shapes are formed, and at CFM the tea is oxidized. അപ്പം നമ്മൾ ഇവിടുത്തെ കാഴ്ചകളും സാധനങ്ങളൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് വേറെ സ്പോട്ടിലോട്ട് പോവാണ് ഗൈസ്. ഇനി അങ്ങോട്ടാ ചലിഞ്ഞ് ബോട്ടിങ്. നമ്മളെടുക്കാൻ പോണേ? എനിക്ക് തൊയ്യാറിയോ? ചവിട്ടാറിയോ? ഗൈസ് അപ്പൊ നമ്മള് ബോട്ട് ഹൗസിക്ക് പോവാണ്. എല്ലാരും ഉണ്ട്.
ഗൈസ് ഇതാ സേലുക്ക് എന്തോ പറയാനുണ്ട്. ഇവിടെ എത്രാമതാണ് നമ്മളെ ഊട്ടി വരുന്നത്? എന്റെ ബോട്ടിൽ കയറാൻ പോവാണ്. എല്ലാവരും ഉണ്ട്, ബോട്ടിൽ കയറാൻ പോവാണ്. ഇബനിതാക്ക് ഇബൻ നോക്ക ആദിക കുട്ടി ഇത് പിടിച്ചു അപ്പം പോയിനു. അങ്ങോട്ട് നോക്കി, അങ്ങോട്ട് നോക്കിയോളാ. അങ്ങോട്ട് പോകട്ടോ ആ വാലന്റെ രസം ഉണ്ടാവില്ലേ? ഞാൻ മുന്നൊക്കെ കേട്ടാ ഞങ്ങൾ പയ്യ തൊട്ടുകാടെ വരുന്നേ സാധനം എങ്ങനുണ്ട്? ബോട്ടിങ് കഴിഞ്ഞു, രസമുണ്ടായിരുന്നു. കിട്ടോ എങ്ങനെയുണ്ടായിരുന്നു? യെസ് ഗൈസ്, ഇവിടെ ട്രെയിൻ എടുക്കാൻ പോവാണ്. വൻ ചാർത്തലാണ് ഇതില് എമൗണ്ട്. സെലോ ചേട്ടാ ധൈര്യമാണ്. ഹായ് ബൈ. എവിടക്കാ? ഇത് ട്രിപ്പിലായ സംഖ്യ ആയല്ലോ. ഫുള്ള് ഇരുട്ടാക്കാൻ വെക്കണം അവർക്കൊണ്ടല്ലേ, ഫുള്ളായിട്ട് ടണലായിട്ട് മാറിക്ക് മാറിക്ക് എന്നോട് പറയണത്.
കൂടില്ലേ? ഇവിടുത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വേറെ സ്ഥലത്തോട്ട് പോവാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പം നമ്മൾ അടുത്തായിട്ട് കർണാടക കാരണങ്ങളോട് നമ്മൾ വന്നിട്ടുള്ളത്. അത് ഇരുണ്ട് പോണതല്ലേ? കലറി കൊണ്ടാണോ? ഞാന് 4-5 കൊല്ലം മുന്നേ അന്ന് ഇങ്ങനെ 55-60 പണിക്കാർ ഇവിടെ ഉണ്ട് ഡെയിലി. നമുക്ക് 300 ഉള്ളു കൊണ്ട് കാര്യമില്ല. ഓ ഇതൊക്കെ അടിപൊളി. അതൊക്കെ കാണാണ്ട് വെട്ടിണ്ടാക്കുന്നതാണ്. ബുഷല്ല കാക്കേ കാക്കേ കൂടെ വിടെ. അടിപൊളി. ഒരു എസ്തറ്റിക് ഫോട്ടോ എടുക്കുന്ന ആളവിടെ കാണിച്ചു തരാം. എത്ര പൈസ ഇട്ടാലും നമ്മളെ കേരളത്തിൽ നിർത്തൂല കേട്ടോ. അത് നാസാക്കിക്കും. നമ്മളെ മലയാളികൾ അന്തിക്കുതിയിൽ വന്നിട്ട് തൊഴിഞ്ഞിട്ട് അപ്പുറത്തേക്ക് ചാടും. കോട്ടക്കുന്ന് കണ്ടില്ലേ ചേച്ചി? അല്ലെ കോട്ടക്കുന്നും ഇതേമാതിരി സെറ്റപ്പ് തന്നെയാണോ? അമേസിങ്. നിങ്ങളെ ഈക്കൂടയിലൊക്കെ പോയി. ഞാൻ ഈക്കൂടയിലേക്ക് വരാം. അമ്മ ആരെ കണ്ടുവിട്ടോ നോക്കാം. ചൂട്ടോ നിങ്ങളെ ഇവിടെ പോരി. ഈക്കൂടെ പോയി അങ്ങോട്ട് എത്തും. വാവ് അടിപൊളി. ഇത് പൊളിച്ച്. നമ്മള് കണ്ടുപിട്ട് വീണ്ടും. നമ്മള് പിന്നെയും കണ്ടുപിട്ട്. പിന്നെ നമ്മൾ ആക്കുന്നുണ്ട്. ഇത് പൊളിച്ചുല്ലേ? പിന്നെ നീ ഇത് അടിപൊളിയായില്ലേ? ഇത് അടിപൊളിയല്ലേ? ഇവിടെ രസല്ലേ? ഒരു കുട്ടൂസ് എങ്ങനെയുണ്ട്? യെസ്. നമ്മളെ വീഡിയോ കാണുന്ന യൂട്യൂബേഴ്സിനോട് എന്താ പറയാ നിങ്ങൾക്ക്? എന്നാൽ എന്തേലും അവിടെ കണക്ഷൻ പോയല്ലേ? ഈ അടിയോടടിക്കൽ തൂക്കുപാലത്തിൽ ഞങ്ങൾ കയറാൻ പോവുകയാണ്. അടിയോടടി അങ്ങ് ഉയര പ്രദേശത്ത് താറാവ് ആകാശം മുട്ടി നിൽക്കുന്ന പറ ബാക്കി പറ. സംഭവം രസല്ലേ? അങ്ങ് വിദൂരതയിലോട്ട് വമ്പൻ പാലം. ശരി, എന്താ കണ്ണാണല്ലേ? അയ്യോ ഓക്കെ. സ്റ്റെപ്പ് കയറി കയറി. എന്റെ സ്റ്റെപ്പ്
ഒക്കെ മുന്നിൽ പോട്ടെ. അപ്പൊ നമ്മള് പാലം കയറാൻ പോവുക. എന്താണ് വലിയൊരു പാലം, ബ്രിഡ്ജാണ്. ബ്രിഡ്ജ് നമ്മളെ കാത്തിരുന്നവരൊക്കെ പോയി ഗൈസ്, അടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കും പോവാം. എന്താണ് ഊട്ടിയെ പറ്റി പറയാനുള്ളത്? നല്ല കുലുക്കം കിലുക്കുന്നുണ്ട്, അടിപൊളി വൈബ് സാധനം. അങ്ങനെ കുറെ നടന്ന് പാലൊക്കെ കടന്നു വന്നിട്ടുണ്ട്. വിമന വെള്ളം തണുത്തള്ളം. അപ്പോൾ ഗാർഡനത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വേറെ സ്ഥലത്തോട്ട് പോകാൻ നിൽക്കുകയാണ്. പൈൻ ഫോറസ്റ്റിൽ എത്തിയിട്ടുണ്ട്. ഫോറസ്റ്റ് അപ്പോൾ ഗൈസ് നമ്മൾ ആള് നമ്മൾ ഈ മൊബൈലിൽ കാണുന്ന സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരാൾ തിരക്കില്ല, വെറുതെ പറഞ്ഞിട്ട് ജനങ്ങൾ വരാം. നല്ല ക്ലൈമറ്റാണ്, നല്ല തണുപ്പുണ്ട്. ഉച്ചക്ക് വളരെ മോശമാണെങ്കിലും ക്യാമറമാൻ റിസ്വാനൊപ്പം ജവാസിദ് ജസ്റ്റ് ഒന്ന് ആൾക്കാരെ കാണിച്ചിട്ട് ഇത്ര ആളുള്ളൂ. വൈകുന്നേരം 4-5 മണിന്റെ അടുത്ത ടൈമായി, ആളില്ല. വെറുതെ സോഷ്യൽ മീഡിയയിൽ ബ്ലോക്കാണ് തള്ളി വിടുകയാണ്. ഒരു മരം പിടിച്ച് ഇറങ്ങിക്കോളി. ഇത് വലിയൊരു സുഖമുണ്ട്. അപ്പൊ നേരെ പോയിന്റ് അടുത്ത് പോവാം. നല്ല രസമുണ്ട് കാണാൻ. ഗായ്സ്, ഇത്ര നേരം നമ്മൾ ഉച്ചക്ക് നല്ല വെയിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ നല്ല അടിപൊളി സ്ഥലം പൈൻ ഫോറസ്റ്റ്. പുതിയ നേരം വെക്കണില്ലല്ലോ. സിധു എങ്ങടെ ഇല്ല. അങ്ങനെ ടുട്ടും ജവാസിയും കുതിര സവാരി. ചോട്ടിട്ടെന്ന് പറഞ്ഞേ, മാറുന്നോളെ. சகா இப்படி போயிட்டான், சகா இப்படி போயிட்டான்.
ഞാനിതാ കുതിരമ പോയി വന്നിട്ടുണ്ട്. ആളിറങ്ങാൻ നിൽക്കാണ്. ഏട്ടോ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ടുട്ടോ ടുട്ടോ ഇവിടെ എങ്ങനെയുണ്ട്? ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ. എങ്ങനെയുണ്ടായിനോ? എന്ത് എങ്ങനെ പോക്ക് ഉണ്ടായിനോ? എന്തായാലും തോന്നി ഇങ്ങോട്ട് വാ. ആടി കളിച്ചിട്ടുണ്ടോ? ഫസ്റ്റ് ഇവിടുന്ന് അവിടത്തോളം നമുക്ക് നല്ല ബാറ്റുണ്ടാവും. അതിന്റെ എക്സ്പീരിയൻസ് മനസ്സിലാകും. നമ്മളെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും അരച്ചിങ്ങനെ ആടുമ്പോ നമ്മൾ ഇങ്ങോട്ട് അടാ സീതോ എങ്ങനെ ഉണ്ടാവും ഭയ്യ? എന്തടി പിടിച്ചിരുന്നട്ടാ. അങ്ങനെ 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 ആടണ്ട. ഇങ്ങോട്ട് നോക്കൂ ഇങ്ങോട്ട് നോക്കൂ ഇങ്ങോട്ട് നോക്കൂ. മാമിയ കിടന്നോ? കിടന്നോ? ബൈ. അതാ പോണോ? മുന്നേ നോക്കിപ്പോ എന്റെ സെറ്റല്ലാ. അതന്നെയാണ് പറഞ്ഞത് കേട്ടാ. ഇറക്കിയാ ഇറക്കി എന്നാ ഏണ്ടേനോ? കേറിക്കോ രണ്ടാമത്തെ റൈഡ് ഇതോടെ അത് മാറിക്ക് അടുത്ത വണ്ടി വരുന്നുണ്ട്. ദീവര ഇതൊരു വലിയ സൈസാണല്ലേ. പോയാടോ Hey, hey, hey. Sido, iങ്ങോട്ട് വാ.
അങ്ങനെ ഇവിടുന്ന് കുതിര സവാരിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് പോവാണ്. പോകുന്ന വഴിക്ക് ചായ കുടിക്കാമെന്ന് കരുതി. ആ സമയത്ത് ഞങ്ങളെ എൻ്റെ 2 കാക്കാരെ കണ്ടു. നല്ല കമ്പൻ കട്ടൻ ചായ, വൈകുന്നേര ചായ. അങ്ങനെ ചായ കുടിച്ച് ഞങ്ങൾ തിരിച്ചങ്ങോട്ട് പോകാനുള്ള പരിപാടിയിലാണ്. അപ്പൊ ഇന്നത്തെ നമ്മളെ വയനാട് ട്രിപ്പ് അല്ല ഊട്ടി ട്രിപ്പ് അവസാനിച്ചിട്ടുണ്ട്. ഇന്ന് 1 ഡേ ട്രിപ്പ് ആയിരുന്നു. ഓക്കെ, ഭക്ഷണം കൂടി കഴിക്കാറുണ്ട്. പക്ഷെ നമുക്ക് ഇന്നത്തെ റിവ്യൂ ചോദിച്ചു നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത്. നമ്മൾ ചെറിയ രീതിക്കുള്ളൊരു 1 ഡേ ട്രിപ്പ് തട്ടിക്കൂട്ട് പരിപാടി ഉണ്ടാക്കിയായിരുന്നു. സിനു പറ, എങ്ങനെ ഉണ്ടായിരുന്നത് പരിപാടി? സ്ഥലത്താണ് കയറിയത്. 4 സ്ഥലം അടിപൊളിയായിരുന്നു. ഏറ്റവും കൂടുതൽ രസപ്പെട്ടത് ഗാർഡനാണ്, അടിപൊളിയാണ്. പിന്നെ കുതിര സവാരി അടിപൊളിയാണ്. നിങ്ങൾക്ക് എന്താ പറയാനുള്ള എല്ലാവർക്കും? താങ്ക് യു. അപ്പൊ നമുക്ക് ഇനി ഇതുപോലുള്ള ട്രിപ്പുകളൊക്കെ എന്നും ഉണ്ടാവട്ടെ. കൊല്ലത്തിലൊരു ദിവസം ഉണ്ടാക്കണം. ഓക്കെ, എങ്ങനെ ടൂറിന് ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല. അതുകൊണ്ട് നമുക്കൊരു പ്രശ്നമില്ല. എന്തേലും പറയാണ്ടോ? വളരെ ഹാപ്പിയാണ്. ഓക്കെ, അടുത്ത കൊല്ലം പോകാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉംറക്ക് പോകാം. ഇൻഷാ അല്ലാഹ്. അങ്ങനെ പോരുന്ന വഴിക്ക് മഞ്ചേരി കടയിൽ നിന്ന് നമ്മൾ മന്തി അൽഫാം കഴിച്ചു. നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. പറയണ്ടേ? അതെ, എല്ലാവരും നല്ല കമന്റ്സ് ഒക്കെ ഇട്ടിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ.